അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ ലത്തീഫിന് എന്തോ ചോദിക്കുമെന്ന് പറഞ്ഞാൽ അത് എന്താണ് ചോദിക്കേണ്ടത്? ഒരു ചോദ്യം ചോദിച്ചു. ഇനി അടുത്തത്, ഇന്ന് സാമാന്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ജോലി സംബന്ധമായിട്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഒരാളോട് പറയേണ്ടത്? ഇങ്ങനെ പറയാം, 2-3 തരത്തിൽ പറയാൻ കേട്ടോ. അത് ഞാൻ 2-3 തരത്തിൽ പറഞ്ഞിട്ട് നല്ലത് ഏതാന്ന് നോക്കി നമുക്ക് എടുക്കാം. ടുഡേ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ബിസി. മലയാളം ഒന്നുകൂടെ പറയാമോ? മലയാളത്തിലെ ഒന്നുകൂടെ പറഞ്ഞേ. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അത്രയും പറഞ്ഞാൽ മതിയാ? മതി, അത് മതി. ഇന്ന് നല്ല തിരക്കുള്ള ദിവസം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ലല്ലോ. റോട്ടിലെ തിരക്കാണോ, വീട്ടിലെ തിരക്കാണോ, ജോലി തിരക്കാണോ, അത് പറയണ്ടേ? അപ്പൊ ഇന്ന് എനിക്ക് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അത് പറയാം. ഇന്ന് എനിക്ക് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു പറഞ്ഞാൽ ടുഡേ ഐ വാസ് വെരി ബിസി എന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. ടുഡേ ഐ വാസ്, അത്ര മതി. ടുഡേ ഐ വാസ് വെരി ബിസി അല്ലേ? ടുഡേ ഐ വാസ് വെരി ബിസി അത്ര പറഞ്ഞാൽ മതി. സിമ്പിൾ കാര്യമാണത്. ഇനി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ മാത്രം അടുത്തതിലേക്ക് പോയാൽ മതി അല്ലേ? അപ്പൊ ആൾക്കാർ ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ പറയാം എനിക്കിന്ന് ഓരോരോ പണികൾ ഉണ്ടായിരുന്ന ആ പണി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. എന്താ ഞാൻ ഈ പറയണ പൊട്ടത്തെറ്റുകൾ കേട്ടിട്ട് എന്നെ പലരും വിളിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയണ ഈ വീഡിയോ കാണുമ്പോ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാമെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ പറ്റൂല എന്നുള്ളൊരു തോന്നല് എല്ലാവർക്കും വരുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അത് വളരെ നല്ല. കുറെ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞേ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു തരാൻ ആരുമില്ല, ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവര് ഭയങ്കര ഹൈഫൈ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് ഇവരെ പേടിപ്പിക്കുന്ന പറയണത്. അപ്പൊ ഇവര് പേടിച്ച് ഓടുന്ന പറഞ്ഞത്. ഇടുക്കിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞതാ ഹൈഫൈ ഇംഗ്ലീഷ്. ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് അവിടുത്തെ സാറിനെ കാണാൻ ചെന്ന സാറ് ഉടനെ ഹൈഫൈ ഇംഗ്ലീഷ് പറഞ്ഞ് അയാൾക്ക് നല്ല ഇംഗ്ലീഷ് അറിയാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഹൈഫൈ ഇംഗ്ലീഷ് പറയുന്നത്. ഇത് കേൾക്കുമ്പോ പഠിക്കാൻ ചെല്ലണ കുട്ടി പേടിച്ചു. എന്നെ വിളിക്കല്ല, 40-45 വയസ്സായ ആളാണ്, അയാൾ പോലും പേടിച്ച് ഓടിക്കളഞ്ഞെന്ന് പറയുന്നത് ഹൈഫൈ ഇംഗ്ലീഷ് കേട്ടിട്ട്. അപ്പൊ ടുഡേ ഐ വാസ് വെരി ബിസി. അതും ഓക്കെ, റെഡിയായി. ഇന്ന് എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്. എന്നെ ഇപ്പൊ ആരെങ്കിലും കൂട്ടുകാർ വിളിക്കുന്നുണ്ട് പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ കൂടെ വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്, അതും കൂടി എനിക്കൊന്ന് പറഞ്ഞു തന്നെ. സിമ്പിൾ അല്ലേ? ടുഡേ ഐ ഹാവ് ടു അറ്റൻഡ് എ മാരേജ് ഫംഗ്ഷൻ. ഇത്രയുള്ളല്ലേ? ടുഡേ ഐ ഹാവ് അറ്റൻഡ് ഫംഗ്ഷൻ എന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ടുഡേ ഐ ഹാവ് ടു അറ്റൻഡ് എ മാരേജ് ഫംഗ്ഷൻ. ടുഡേ ഐ ഹാവ് അറ്റൻഡ് എ മാരേജ് ഫംഗ്ഷൻ അല്ലേ? ഇനി അവസാനത്തെ ആ മാരേജ് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഉണ്ട്, കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ എന്നുള്ളത് ഇല്ലാതെ വേണേ കാര്യം പറയാം. ഞാൻ പറഞ്ഞുതരാം. ടുഡേ ഐ ഹാവ് അറ്റൻഡ് എ മാരേജ്, അത്രയും പറഞ്ഞാൽ മതി. ടുഡേ ഐ ഹാവ് അറ്റൻഡ് എ മാരേജ് അല്ലേ? ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാനുണ്ട്. ടുഡേ ഐ ഹാവ് ടു അറ്റൻഡ് എ മാരേജ്. 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 ഓക്കെ, അടിപൊളി. ഇനി ഇതുപോലെ ഞാൻ പറഞ്ഞു തരുന്ന സെന്റൻസ് ഞാൻ ഒന്നുകൂടെ പറയാന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും 3 പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞു. ടുഡേ ഐ ഹാവ് ടു അറ്റൻഡ് എ മാരേജ്. ടുഡേ ഐ ഹാവ് ടു അറ്റൻഡ് എ മാരേജ്. ടുഡേ ഐ ഹാവ് ടു അറ്റൻഡ് എ മാരേജ്. മതി. ഇതിപ്പോ ഇത് കേൾക്കണ പതിവില്ല ഇത് അല്ലേ? കേൾക്കുന്ന ആളുടെ മനസ്സിൽ നമ്മൾ 3 പ്രാവശ്യം പറയണുണ്ടല്ലോ. അപ്പൊ കേൾക്കുന്ന ആളുടെ മനസ്സിലും ഈ ഒരു വാക്കുകൾ പതിഞ്ഞു കിട്ടേണ്ടതാണ്. അതാണ് ഇപ്പോ ഈ കലൂരിന്ന് പിന്നെ ഖത്തറിന്ന് അങ്ങനെ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കണ്ടായിരുന്നു. കുറെ കോൾ വന്നു. അവരെല്ലാവരും
മുറി ഇംഗ്ലീഷ് ആയാലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ നമുക്ക് അതിനേക്കാൾ വലിയ കോൺഫിഡൻസ് ആയി. നമ്മൾ മുറി ഇംഗ്ലീഷ് ആവുന്ന ലോകം മുഴുവനുള്ള ആൾക്ക് അറിയാം ഇപ്പൊ വീഡിയോയിലൂടെ. എന്നാ പിന്നെ അത് കേൾക്കാൻ തയ്യാറായിട്ട് വരുന്നവരോട് നമുക്ക് ധൈര്യമായിട്ട് പറയാല്ല. ധൈര്യമായിട്ട് പറഞ്ഞോന്നേ, നമ്മള് ഇന്നല്ലെങ്കിൽ നാളെ നല്ല ഇംഗ്ലീഷ് പറയണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടാവണം. അല്ലാതെ എന്നും ഇങ്ങനെ തന്നെ പോയിട്ട് കാര്യമില്ല. പറഞ്ഞിരിക്കും നമ്മള്. അതാണ് വേറെന്താ വേണ്ടത് ഇനി? അല്ല, ഇനിയിപ്പേ പല ആളുകളും പറയുന്ന, നമ്മൾ അന്ന് പറഞ്ഞൊരു കുറച്ച് ക്വസ്റ്റ്യന്റെ ബാക്കി പറയാനുണ്ടായിരുന്നു. അന്ന് വാട്ട്, വിച്ച്, വെൻ, ഹൂ, അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നില്ല. അതിന് 5 എണ്ണം പറഞ്ഞിട്ട് 5 എണ്ണം പിന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി നമ്മള് അന്ന് പഠിച്ച 5 എണ്ണം എന്ന് പറയട്ടെ. വാട്ട്, വിച്ച്, വെൻ, പിന്നെ വേർ, ഹൗ. ഇത് നമ്മൾ പഠിച്ചത്. ഇനി ബാക്കി ഒരു 4 എണ്ണം കൂടി ഉണ്ട്. നമ്മൾ അന്ന് 5 എണ്ണം പറഞ്ഞു, ബാക്കി 4 എണ്ണം. അടുത്തത് ഹൂ ആണ്. ഹൂ. അപ്പൊ ഹൂ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നതിനാണ് ഹൂ എന്ന് പറയുന്നത്. ഹൂ വെച്ചിട്ട് ഒരു സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിക്കോ. ശരിയായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതെ. ഹൂ ഈസ് യുവർ എനിമി? വെരി ഗുഡ്. നല്ല സിമ്പിൾ ആയിട്ട് ആൻസർ പറഞ്ഞല്ലോ. ഹൂ ഈസ് യുവർ എനിമി. നല്ല കറക്റ്റ് സെന്റൻസ് പറഞ്ഞു. അടിപൊളി ആയി. ഇനി ഒരെണ്ണോടി പറഞ്ഞോ ഹൂ വെച്ചിട്ട്. ഹൂ ഈസ് യുവർ ഫ്രണ്ട്? ഹൂ ഈസ് യുവർ ഫ്രണ്ട്. നല്ല ക്വസ്റ്റ്യൻ. ഹൂ ഈസ് യുവർ നൈബർ? അങ്ങനെയൊക്കെ ചോദിക്കാല്ല. ഇഷ്ടം പോലെ പറഞ്ഞു. അപ്പൊ ഹൂ ഈസ് യുവർ നൈബർ, ഹൂ ഈസ് യുവർ ഫ്രണ്ട്, ഹൂ ഈസ് യുവർ എനിമി. 3 എണ്ണം ഉണ്ടാക്കി പറഞ്ഞു. മതി. ഇത് വളരെ എളുപ്പമാണല്ലേ ഹൂ എന്നുള്ള വേർഡ് പറയാന്. അടുത്തത് അത്ര എളുപ്പമല്ല. അടുത്തതിലേക്ക് പോവാം. ഹും എന്നാണ്. ഹും, WHOM. ഓക്കെ. ഹും എന്ന് പറഞ്ഞാൽ ആരെ എന്ന് ചോദിക്കാനാണ്. ഞാൻ ഒരെണ്ണം മലയാളത്തിൽ പറയാം. നീ ആരെയാണ് ഇന്ന് രാവിലെ കണ്ടത്? അത് ഹും യു സീ ഇൻ ദ മോർണിംഗ്. ആരെയാണ് ഇന്ന് കണ്ടത്? അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഓക്കെ ലത്തീഫിന് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഹൂം യുവർ ഫെയർ. എങ്ങനെ? അതായത് ഹൂം യുവർ ഫിയർ. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയമല്ലേ? അതെ അതെ, ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നതെന്ന് ചോദിക്കണേ എങ്ങനെ ചോദിക്കും? നല്ല ചോദ്യമാണ് അത്. ഹും ഡു യു ഫിയർ? നിങ്ങൾ ആരെയാണ്? ഹും ഡു യു ഫിയർ? Whom do you fear? Whom do you fear? Whom do you fear? Whom do you fear? Whom? പറയാം. ഒന്നുകൂടെ പറയാമോ? ഒരു വാക്കും കൂടി പറയാം. Whom do you waiting? അത് ഹും ഡു യു വെയിറ്റിംഗ്. അത് ഗ്രാമർ ശരിയായിട്ട് വന്നിട്ടില്ല. ഇങ്ങനെ ചോദിക്കാം. ഫോർ ഹും ആർ യു വെയിറ്റിംഗ്? അവിടെ ഒരു ഫോർ ചേർക്കണം. ആർക്ക് വേണ്ടിയാണ്? ഫോർ ഹും ആർ യു വെയിറ്റിംഗ്? നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാൾ വന്ന് ചോദിക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാൾ ചോദിക്കും, ഇവിടെ നിൽക്കണെന്താ? ഞാൻ ഒരാളെ കാത്തു നിൽക്കുകയാണ്. അപ്പോ ഫോർ ഹും ആർ യു വെയിറ്റിംഗ്? ആർക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്? ഫോർ ഹും ആർ യു വെയിറ്റിംഗ്? ഫോർ ഹും ആർ യു വെയിറ്റിംഗ്? ഫോർ ഹും ആർ യു വെയിറ്റിംഗ്? ഇനി അടുത്തത് പറയട്ടെ. അടുത്തത് ഹൂസ് ആണ്. WHOSE. ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ. ഞാനൊരു എക്സാമ്പിൾ ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ 2-3 എക്സാമ്പിൾ പറയണം. നമ്മൾ വഴിയെ പോകുമ്പോൾ ഒരു നല്ല കാറ് ഉണ്ട്. ഇത് ആരുടെ കാറാണ് എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നും. അപ്പോ ചോദിക്കാം, ഹൂസ് കാർ ഈസ് ദിസ്? ഹൂസ് കാർ ഈസ് ദിസ്?
ഇത് ആരുടെ കാറാണ്? അതുപോലെ ഓക്കെ ലത്തീഫിന് പറ്റിയ ഒരു സെന്റൻസ് അങ്ങോട്ട് ഉണ്ടാക്കാം. ഹൂസ്, WHAC, ഹൂസ് ഉപയോഗിച്ചിട്ട് ആരുടെ എന്നാണ് അർത്ഥം. whose shoes are this? ആർ ദിസ്, ശരിയാണത്. ഹൂസ് ഷൂസ് ആർ ദിസ് ശരിയായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു കോംപ്ലിക്കേറ്റഡ് ഗ്രാമർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം ഷൂസ് എന്ന് നമ്മൾ പറയുമെങ്കിലും അത് ഒരു സെറ്റായിട്ടാണ് പറയുന്നത്. അപ്പോ ഇത് ആരുടെ ഷൂസ് ആണെന്ന് ചോദിക്കുമ്പോൾ സിംഗുലർ ആയിട്ട് വേണം പറയാൻ. അപ്പോ ഹൂസ് ഷൂസ് ഈസ് ദിസ് എന്നാണ് അവിടെ പറയേണ്ടത്. അവിടെ ആറ് വേണ്ട. ഇതൊക്കെ ഇംഗ്ലീഷ് ഗ്രാമറിലുള്ള ചില കോംപ്ലിക്കേഷൻസ് ആണ്. നമ്മളത് കാണാപ്പാടം പഠിച്ച് നമ്മളത് അങ്ങോട്ട് അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പൊ ചോദിച്ചേ, ഹൂസ് ഷൂസ് ഈസ് ദിസ്? Whose shoes is this? Whose shoes is this? Whose shoes is this? പറഞ്ഞോ. Whose shoes is this? Whose shoes is this? അതൊരു കുഴപ്പമുണ്ട്. ഈ നാക്കുളിക്ക് പറഞ്ഞ പോലെ ആയിപ്പോയത്. Whose shoes is this? ഇതൊരു ഈ നാക്കുളിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് അറിയാമോ? ടങ് ട്വിസ്റ്റർ എന്നാണ് പറയുന്നത്. ടങ് ട്വിസ്റ്റർ. ഇത് അതേപോലത്തെ ഒരു വാക്കാണ്. അത് ഹൂസ് ഷൂസ് ഈസ് ദിസ്, ഹൂസ് ഷൂസ് ഈസ് ദിസ്, ഹൂസ് ഷൂസ് ഈസ് ദിസ്. ഒരു പ്രാവശ്യം 3 പ്രാവശ്യം പറയാമോ? Whose shoes is this? Whose shoes is this? Whose shoes is this? Whose shoes is this? പറഞ്ഞല്ല 4 പ്രാവശ്യം പറഞ്ഞു നാക്കുളുക്കാതെ. പിന്നെന്താ പ്രശ്നം? ഈ ഇംഗ്ലീഷ് പഠിക്കുന്ന ചില ആൾക്കാര്, ഞാൻ ഈ നോർത്ത് ഇന്ത്യക്കാരുടെ കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഡെയിലി ഈ നാക്കുളുക്കി എക്സർസൈസ് അവർ ചെയ്യുന്നുണ്ട്. അതിന് ടങ് ട്വിസ്റ്റർ എക്സർസൈസ് എന്ന് പറഞ്ഞൊരു ഡെയിലി നമുക്കൊന്നും അറിഞ്ഞൂടാത്ത അത് ടങ് ട്വിസ്റ്റേഴ്സ് അവര് എഴുതും. എന്നിട്ട് നമ്മളത് ഒച്ചത്തിൽ പറയണം. അങ്ങനത്തെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് തരാം. അതിന്റെ അഡ്മിൻസിന് എനിക്ക് പരിചയമുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, മതി. അല്ല, ഇത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ ഒപ്പം ഈ നാക്കുളു പറഞ്ഞ പോലെ ഈ മൊബൈൽ ആരുടെ, ഈ ബാഗ് ആരുടെ എന്നൊക്കെ ചോദിക്കുന്നത് ഇത് സെയിം ഇത് തന്നെ ആയിരിക്കും. ഹൂസ് മൊബൈൽ ഈസ് ദിസ് എന്ന് പറഞ്ഞാൽ മതിയല്ല. കറക്റ്റ് ആണ്. നമ്മള് ഒരു കടയിൽ ചെന്നിട്ട് ആ ടേബിളിൽ ഒരു മൊബൈൽ ഇരിക്കണം, ഇത് ആരുടെന്ന് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചോദിച്ചാൽ മതി. ചോദിച്ചേ, ഹൂസ് മൊബൈൽ ഈസ് ദിസ്? സിമ്പിൾ ആണ്. അതുപോലെ കടയിൽ ചെന്നിട്ട് ഒരു കൊട ഒരാൾ whose umbrella is this? Correct. Whose umbrella is this? Whose umbrella? Okay, അതിപ്പോ നമുക്ക് ദൈനംദിനം ആവശ്യം വരുന്ന കാര്യങ്ങളാണ് ഈ ചോദിച്ചതല്ല. ഇത് എപ്പോഴും ആവശ്യം വരുന്നതാണ്. ഹൂസ്, ഹും, ഹൂ എല്ലാം വേണം. ഇനി ഒരെണ്ണവും കൂടി ഉണ്ട്. ഉഗ്രം സാധനമാണ്. സിമ്പിൾ ആണ്ട്ടോ അത്. വൈ, WHY, വൈ പറയാമോ? വൈ വെച്ചിട്ട് എന്തെങ്കിലും സെന്റൻസ് ഉണ്ടാക്കിയോ? എന്തുകൊണ്ട്? വൈ എന്ന് ചോദിച്ചു. വൈ ആർ യു ക്രൈയിങ് എന്നൊക്കെ നമ്മൾ ചോദിച്ചു. ഞാനൊന്ന് വൈ ആർ യു ലോഫിംഗ് എന്നൊക്കെ പറഞ്ഞാർന്ന് ഓർക്കണ്ട. അത് ഞാൻ വിട്ടുപോയി. നമ്മളതിനകത്ത് ഇത് വലിയ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും പഠിപ്പിക്കണല്ലോ ഇവിടെ. ക്യാഷ് നമുക്ക് അത്ര മതി. വലിയ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ഒന്നും എഴുതി ഉണ്ടാക്കി പഠിപ്പിക്കണമെന്നില്ല. ഇത് മതി. അങ്ങനെ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വേറൊരു സാധനമാണ് ഇപ്പൊ പറയാൻ മറന്നുപോയത്. അതായത് ഹൗ ആണ്. HOW, ഹൗ. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണ് അർത്ഥം. എങ്ങനെ. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഹൗ ആർ യു ഗോയിങ് ടു യുവർ ഓഫീസ്? എങ്ങനെയാണ് ഓഫീസിലേക്ക് പോകുന്നത്? ബസ്സാണോ, കാറാണോ, സ്കൂട്ടറാണോ? അത് പറഞ്ഞാൽ മതി. അപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഹൗ ആർ യു ഗോയിങ് ടു യുവർ ഓഫീസ്. ഇനി വേണമെങ്കിൽ ഒരെണ്ണം കൂടി പറയാം, ഹൗ വിൽ യു കം? നീ എങ്ങനെ വരും? ഹൗ വിൽ യു കം. ഇതേപോലെ ഓക്കെ ലത്തീഫിന് ഇഷ്ടപ്പെട്ട
ഒന്നോ രണ്ടോ സെന്റൻസ് ഹൗ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കാമോ? ഹൗ വെച്ചിട്ടുണ്ടാക്കല്ലോ. ഹൗ ഓൾഡ് ആർ യു? സിമ്പിൾ ആണ്. ഇത് എല്ലാവരും ചോദിച്ച് ഒന്നിനും കൊള്ളാത്ത ഒരു മാറിപ്പോയി. ഹൗ ഓൾഡ് ആർ? ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് പറയുമ്പോ ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞാൽ എത്ര വയസ്സായി? എന്താ അങ്ങനെ? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഈ ഇംഗ്ലീഷിന് കുറെ തലതിരിവുകളൊക്കെ ഉണ്ട്, മനസ്സിലായ? നിങ്ങൾ ഇതിനു മുമ്പ് ഇതേപോലത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ, അത് ഞാൻ മറന്നുപോയി. ഇതേപോലെ ഇടക്കിടയ്ക്ക് തലതിരിഞ്ഞ ചോദ്യം നിങ്ങൾ കണ്ടുപിടിച്ചെടുക്കും. അപ്പോ എങ്ങനെ എന്നാണ് ഹൗവിന്റെ അർത്ഥം. എന്നിട്ട് എത്ര വയസ്സായി എന്ന് ചോദിക്കാനായിട്ട് ഹൗ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എത്ര വയസ്സായി? ഹൗ ഓൾഡ് ആർ യു? അതെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് ചോദിക്കാൻ ഇത് തന്നെയാണ് എത്ര എന്ന് ചോദിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഹൗ മച്ച് മണി ഡു യു ഹാവ്? പിന്നെ എത്ര ബ്രദേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാനും ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്? ഹൗ എത്ര ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ എന്നും എത്ര എന്നും ഉപയോഗിക്കാൻ ഹൗ ഉപയോഗിക്കുന്നുണ്ട്. അതെ. ഹൗ ടു യൂസ് ദിസ് ബാഗ്? ഹൗ ടു അല്ലേ? ഹൗ ടു മേക്ക് എ മാച്ച് ബോക്സ്? ഹൗ ടു മേക്ക് എ ഷൂ? അങ്ങനെ ഒക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടാകുക? അത് ശരിയല്ലേ? ചോദ്യം ശരിയല്ലേ? ചോദ്യം ശരിയാണ്. ഇത് യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഹൗ ടു. നമുക്ക് എന്തിനെ കുറിച്ച് ഹൗ ടു എന്ന് അടിച്ചിട്ട് അറിയാനുള്ള കാര്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ യൂട്യൂബിൽ നിന്ന് മറുപടി കിട്ടും. ഉദാഹരണത്തിന് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിൽ ഹൗ ടു പ്രിപ്പയർ ഉപ്പുമാവ്, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കണമെങ്കിൽ ഹൗ ടു പ്രിപ്പയർ ഫിഷ് ഫ്രൈ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ യൂട്യൂബിൽ വരും. അപ്പൊ യൂട്യൂബിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഹൗ ടു. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, ഇനി ചോദിച്ച ഇങ്ങനെ സമയം കൂടുതൽ പോയല്ലേ, അപ്പൊ പിന്നെ ഇനി ഒരുപാട് ടൈം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതാണ്ട് ഒരുമാതിരിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇനിയും പറയാം. വേറെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വേർഡ്സിനെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാനൊന്ന് എഴുതി തയ്യാറാക്കി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നല്ല നല്ല വാക്കുകൾ എക്സാമ്പിൾസ് ഉണ്ടാക്കിയിട്ട് വേറൊരു ദിവസം നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാം. വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ വീണ്ടും ഇത് നമ്മുടെ മനസ്സിൽ പതിയും. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം, അല്ലേ? ഓക്കെ. ചോദിക്കാനുണ്ടോ? ഇല്ല, ചോദിക്കാനൊന്നുമില്ല. ചോദിക്കാനുള്ള കുറെ ചോദ്യങ്ങൾ ഞാൻ ഇനി നാളെ ചോദിച്ചോളാം, കാരണം അത്രയധികം ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നാളെ ചോദിക്കാം, അല്ലേ? അതെ അതെ അതെ. ഓക്കെ, എന്നാൽ ശരി, താങ്ക് യു, ബൈ. അപ്പൊ ഓക്കെ.